സുറിയാനി സഭയുടെ പുരാതന പാരമ്പര്യമനുസരിച്ച് ഒരു മെത്രാപ്പോലിത്ത കാലം ചെയ്യുമ്പോൾ ആ മെത്രാപ്പോലിത്തയുടെ അംശവടി തനിക്ക് പട്ടം നൽകിയ സിംഹാസനത്തിലേക്ക് തിരികെ ഏൽപ്പിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. അത്തരത്തിൽ കിട്ടുന്ന അംശവടികൾ പ്രത്യേകിച്ച് പ്രാർത്ഥനയും അനുതാപവും ഉപവാസവും നോമ്പും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു മെത്രാപ്പോലിത്തായുടെ അംശവടിയിൽ അദ്ദേഹത്തിന്റെ ആത്മാംശമുണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ അങ്ങനെ തിരികെ വരുന്ന വടികൾ, ഒരു മെത്രാപ്പോലിത്ത ഉപയോഗിച്ച അംശവടി മറ്റൊരു മെത്രാപ്പോലിത്തയ്ക്ക് പുതുതായിട്ട് ചാർജ് ചെയ്യും എടുക്കും അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അതിന്റെ ഒരു കാരണം സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ ഈ പേരുകൾ കൊടുക്കുന്ന അങ്ങനെയാണ്. പഴയ മെത്രാന്മാരുടെ പേരുകളാണ് പുതുതായിട്ട് കൊടുക്കുന്നത്. അതൊരു കൈൻഡ് ഓഫ് റീഇൻകാർണേഷനാണ്. അതുകൊണ്ടാണ് ഗ്രിഗോറിയോസ്, മെലീത്തിയോസ്, അത്തനാസിയോസ്, സെവോറിയോസ് എന്നൊക്കെയുള്ള ദിയസ്കോറോസ് ഇങ്ങനെയൊക്കെയുള്ള സുറിയാനി സഭയുടെ ദീപഗോപുരങ്ങളായിരിക്കുന്ന പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ പേരുകൾ കൊടുക്കുന്നു. അവരുടെ ജീവിതത്തിന്റെയും ദർശനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഒരു പ്രതിസ്ഫുരണം ഈ കാലഘട്ടത്തിൽ അവര് കാലഘട്ടങ്ങൾക്ക് അപ്പുറത്ത് ജീവിച്ചു കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞെന്നേക്കും വിസ്മൃതിയുടെ കയങ്ങളിൽ ആഴ്ന്നുപോയി എന്ന് വരാതിരിക്കുവാൻ ഈ കാലഘട്ടങ്ങളിലും അവരുടെ ആ ലൈറ്റിനെ ക്യാരി ചെയ്യുന്നവരായിട്ട്, അതുകൊണ്ടാണ് ഈ രണ്ടു പേര് മെത്രാന്മാർക്ക് വരുന്നത് സുറിയാനി സഭയിൽ. ഈ അടുത്ത കാലത്തായിട്ട് പാത്രിയർക്കീസ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഒരു പേര് മതി എന്നുള്ള നിലയ്ക്ക്, ഒരു കത്തോലിക്ക സഭയുടെ മെത്രാന്മാരുടെ രീതി മതി എന്നുള്ള നിലയ്ക്ക് ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഗീവറീസ് മാർ ഗ്രിഗോറിയോസ് ഇതാണ് സുറിയാനി സഭയുടെ ഒരു ഇത്. അതായത് ഗീവറീസ് എന്ന് പറഞ്ഞാൽ ഈ മെത്രാന്റെ ഒറിജിനൽ പേരാണ്, അദ്ദേഹത്തിന്റെ ആളത്വത്തെ കാണിക്കുന്നതാണ്. മോർ ഗ്രിഗോറിയോസ് എന്ന് പറയുമ്പം അദ്ദേഹത്തിന്റെ മേൽ ആവസിക്കേണ്ടിയ ഒരു ആത്മാവ്, ഏലിയാവിന്റെ ആത്മാവോടുകൂടെ മശിഹ വരും എന്നൊക്കെ, അല്ല ഏലിയാവിന്റെ ആത്മാവോടുകൂടെ യോഹന്നാൻ വരും എന്നൊക്കെ നമ്മൾ കാണുന്നത് പോലെ, സ്നാപയോഹന്നാനെ പറ്റി കാണുന്ന പോലെ ഈ ഗീവറീസ് മാർ ഗ്രിഗോറിയോസ് എന്ന് പറയുമ്പോൾ ആ ഗ്രിഗോറിയോസ് എന്ന ഉജ്ജ്വലനായ സഭാപിതാവിന്റെ ആത്മാവോടുകൂടെ ഈ ഗീവറീസ് എന്ന പിതാവ് നിൽക്കണം എന്നുള്ളതാണ്. അതായത് ഈ ഒരു മെത്രാനാണ് വരുന്നതെങ്കിലും രണ്ട് വിശുദ്ധന്മാരാണ് എഴുന്നള്ളുന്നതെന്നുള്ള. അതുകൊണ്ടാണ് അധ്യക്ഷൻ ഇരട്ടി മാനത്തിന് യോഗ്യനാണ് എന്ന് പൗലോസിൽ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം ഒരാളല്ലത് രണ്ടുപേരാണ്. കൃത്യമായിട്ട് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ അങ്ങനെ എഴുതുന്നുണ്ട്, ഇരട്ടി മാനത്തിന് യോഗ്യനാണ്. ഇപ്പൊ അതുകൊണ്ടാണ് ഈ രണ്ടു പേര് കൊടുക്കുന്നത്. ഇപ്പോ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനെ സംബന്ധിച്ച് ഒത്തിരി ആക്ഷേപം ഉണ്ടായി. കാരണം ഞാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ രണ്ട് മെത്രാന്മാരെ പരാമർശിച്ചപ്പോ, ഒന്ന് ഞാൻ പൂറ്റാനി തോമാ മെത്രാൻ എന്നും മറ്റ് ഒരാളെ മുറിമാക്കൽ രാജൻ മെത്രാൻ എന്നും എഴുതി. അപ്പോൾ ഈ നോമ്പ് കാലത്ത് മെത്രാന്മാരെ അവഹേളിക്കുന്നോ എന്നൊക്കെ ചോദിച്ച് ചില ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടായി. അവർ കമന്റ് ഇട്ടു. സത്യത്തിൽ ഞാൻ അപമാനിച്ചല്ല. കത്തോലിക്ക സീറോ മലബാറിൽ ഓരോ മെത്രാന്മാരുടെ പേര് നിങ്ങൾ നോക്ക്. തോമസ് തറയിൽ മെത്രാൻ, റഫാൽ തട്ടിൽ മെത്രാൻ, പിന്നെ ജോസഫ് കുഴിയിൽ മെത്രാൻ, ജോസഫ് പാംപ്ലാനിയിൽ മെത്രാൻ. അപ്പോൾ നമ്മൾ ഓരോ ആളുടെ പേരും അവരുടെ വീട്ടുപേരും ചേർത്താണ് സീറോ മലബാറിൽ ജോർജ് ആലഞ്ചേരി മെത്രാൻ, ജോസഫ് പവത്തിൽ മെത്രാൻ, ജോസഫ് കുണ്ടുകുളം മെത്രാൻ, അപ്പൊ പേരും വീട്ടുപേരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സുറിയാനി സഭയിൽ നിന്ന് സ്വയം ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് പോയ ഈ പറഞ്ഞ ഈ രണ്ട് മെത്രാന്മാരുടെ പേരിനകത്ത് ഒരു കാരണവശാലും ഈ സുറിയാനി സഭയുടെ മാതൃകയിൽ ഈ രണ്ടുപേര് പറയേണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു തദ്ദേശീയ മെത്രാന്മാരാണ് എന്നവർ പറയുമ്പോൾ അദ്ദേഹം മുറിമാക്കൽ രാജനാണ്. പിന്നെ തിരുമേനി ആയതുകൊണ്ട് മുറിമാക്കൽ രാജൻ മെത്രാൻ എന്നോ മുറിമാക്കൽ രാജൻ തിരുമേനി എന്നോ വിളിക്കുന്നതിനകത്ത് ഒരു അനൗചിത്യവുമില്ല. ഞാൻ ഒരു ബഹുമാനക്കുറവും അതിനകത്തില്ല, ഒരു ഇറവറൻസും അതിനകത്തില്ല. അങ്ങനെയാണ് സീറോ മലബാർ സഭയുടെ തോമസ് തറയിൽ മെത്രാൻ, റാഫേൽ തട്ടിൽ മെത്രാൻ. അപ്പം അതൊക്കെ അവരുടെ വീട്ടുകാരാണ്. തട്ടിലെന്നും തറയിലെന്നും കുഴിയിലെന്നും കുന്നും പുറത്തെന്നും ഒക്കെ അവർക്ക് മെത്രാന്മാരുടെ പേരുണ്ട്. അപ്പൊ ആ ഒരു പാറമക്കാവ് തോമാ കത്തനാർ എന്നൊക്കെ പറഞ്ഞ, അപ്പൊ അത് അത്രയുള്ള അതിന്റെ അർത്ഥം.
കാരണം ഇവർ സ്വയം ഉരിയപ്പെട്ടു. പരിശുദ്ധ പാത്രീർക്കീസ് ബാവ കൽപ്പിച്ച് അനുഗ്രഹിച്ചു നൽകിയ അത്തനേഷ്യസ് എന്ന നാമം ഈ പൂറ്റാനി തോമസിനെ നമ്മൾ ഇനി ചേർത്ത് വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അദ്ദേഹത്തെ പൂറ്റാനി തോമാ മെത്രാൻ എന്ന് വിളിക്കുന്നതിനകത്ത് ഒരു ബഹുമാനക്കുറവുമില്ല. അപ്പൊ പൂറ്റാനി തോമാ മെത്രാൻ, മുറിമക രായ മെത്രാൻ എന്ന് ഞാൻ വിളിച്ചത് ഒരു ആക്ഷേപമല്ല, ഒരിക്കലും ആക്ഷേപമല്ല. അപ്പൊ അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ചിങ്ങവനത്തെ ഈ ക്നാനായക്കാരുടെ സമുദായ മെത്രാപ്പോലിത്ത അദ്ദേഹം റോയ് മെത്രാനായി മാറിയിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ തദ്ദേശീയ മെത്രാനാണെങ്കിൽ പരിശുദ്ധ സിംഹാസനവുമായിട്ടുള്ള ബന്ധം പോയി കഴിഞ്ഞാൽ അദ്ദേഹം റോയ് മെത്രാനാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അത് ബഹുമാനക്കുറവല്ല, തികഞ്ഞ ആദരവും ബഹുമാനത്തോടും കൂടെയാണ് പറയുന്നത്. അതിന് മാതൃകയായിട്ട് ഇവിടെ സീറോ മലബാർ സഭയുണ്ട്. സീറോ മലബാർ സഭ അങ്ങനെ തദ്ദേശീയ നാമകരണമാണ് അവർ അവലംബിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അതിനകത്ത് ഞാൻ ഭംഗ്യന്തരേണ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇന്നും വന്ന ആളുകൾ ഇങ്ങനെ കമന്റുകൾ എഴുതുന്നത് കൊണ്ട് അവരുടെ തെറ്റിദ്ധാരണ, ഞാൻ ആരെയും ഇകഴ്ത്തി കാണിക്കുന്നതോ വില കുറച്ച് കാണിക്കുന്നതല്ല, ഈ യാഥാർത്ഥ്യം പറയുന്നതാണ്. ഒരാൾ സേവോറിയോസ് എന്ന നാമം ധരിക്കുമ്പോൾ ആ അന്ത്യോക്യയിലെ ആ ദീപസ്തംഭമായിരുന്ന 3 സാമ്രാജ്യങ്ങൾ ഒരുമിച്ച് എതിർത്തിട്ടും അവിടെ സത്യവിശ്വാസത്തിന് വേണ്ടി സാമ്രാജ്യത്തിന്റെയും ജയിലറകളുടെയും മിന്നുന്ന ഖഡ്ഗങ്ങളുടെയും ഒക്കെ മുന്നിൽ സത്യവിശ്വാസത്തിന് വേണ്ടി നഷ്ടവും കഷ്ടവും ത്യാഗവും സഹിച്ച് അവസാന ശ്വാസം വരെ ഉറച്ചു നിന്ന് പോരാടിയ സുറിയാനിക്കാരുടെ കിരീടമായ ഒരു പിതാവുണ്ട്, സേവറിയോസ്. ആ സേവറിയോസ് എന്ന നാമം പരിശുദ്ധ റൂഹ ഇതുവഴിയാ പോകുന്നതെന്നൊക്കെ ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അങ്ങേയറ്റം അപഹാസ്യമായി സംസാരിക്കുന്ന ഇദ്ദേഹത്തെ ആ പേര് വിളിക്കാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. നിങ്ങളുടെ മനസാക്ഷി അനുവദിക്കുന്നെങ്കിൽ അനുവദിക്കാം. കാരണം ഈ പേര് കൊടുക്കുന്നതിന്റെ പാരമ്പര്യം അങ്ങനെയാണ് ആ പേര് കൊടുക്കുന്നത്. ആ ഒരു സേവോറിയസിന്റെ റിപ്ലിക്ക എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, റിഫ്ലക്ഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ റിഫ്ലക്റ്റീവായിട്ട് ആ പേഴ്സൺസ് ആണ് നിൽക്കുന്നതെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഒരു ഗ്രിഗോറിയോസിനെ കാണുമ്പോൾ ആ ഗ്രിഗോറിയോസിന് വേണ്ടി ധൂപം വെക്കുമ്പോൾ എല്ലാ ഗ്രിഗോറിയോസുമാർക്കും വേണ്ടിയാണ് ധൂപം വെക്കുന്നത്. ഒരു ഗ്രിഗോറിയോസിനെ അനുസ്മരിക്കുമ്പോൾ എല്ലാ ഗ്രിഗോറിയോസുമാരെയുമാണ് അനുസ്മരിക്കുന്നത്. ആ ഗ്രിഗോറിയോസ് എന്ന നാമം ധരിച്ചിട്ടുള്ള എല്ലാവരുടെയും ആത്മാവിന്റെ ശക്തി ഒരുമിച്ച് ഈ ഗ്രിഗോറിയോസിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആ വിശ്വാസം. അപ്പൊ അതാണ് നമ്മുടെ സഭയുടെ ചൈതന്യം, അതാണ് സഭയുടെ വിശ്വാസത്തിന്റെ രഹസ്യം. ഇതൊന്നും അറിയാതെയാണ് പല ആളുകളും ഈ സുറിയാനി സഭ എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് പോലെയാണ്. അതുകൊണ്ടാണ് അവരുടെ ഭരണഘടന അനുസരിച്ച് കാര്യങ്ങൾ പോണം എന്ന് ചിങ്ങവനത്ത് എഴുതി തയ്യാറാക്കിയ ഒരു ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ അതിന്റെ കീഴിലാണ് പരിശുദ്ധ പാത്രീർക്കീസ് ബാവയും എന്ന് ചിന്തിക്കുകയാണ് ക്നാനായക്കാര്. ഈ ഭരണ